ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. അവസാന മത്സരത്തിൽ ബൊളീവിയയോട് അവർ പരാജയപ്പെട്ടു. 5ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിക്കൊണ്ടാണ് ബ്രസീലിന് ഇപ്പോൾ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇത്രയും താഴ്ന്ന ഒരു നിലയിൽ ഫിനിഷ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ അവരുടെ സൂപ്പർ താരമായ ബ്രൂണോ ഗുയിമറസ് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലെ ആ ഒരു പ്രകടനത്തിന് അല്ലെങ്കിൽ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിന് വലിയ പ്രസക്തിയൊന്നും നൽകേണ്ടതില്ല, പ്രാധാന്യം നൽകേണ്ടതില്ല. മറിച്ച് വേൾഡ് കപ്പിൽ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതിനാണ് പ്രസക്തി എന്നാണ് ബ്രൂണോ ഗുയിമറസ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഫുട്ബോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീന ആദ്യ മത്സരം പരാജയപ്പെട്ടിട്ടും പിന്നീട് കിരീടം നേടിയല്ലോ. അതുപോലെ എന്തും സംഭവിക്കാം എന്നൊക്കെയാണ് ബ്രൂണോ ഗുയിമറസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോൾ ഒരിക്കലും ഒരു കൃത്യമായ സയൻസ് അല്ല. കഴിഞ്ഞ 2 യോഗ്യതാ റൗണ്ടുകളിലും മികച്ച പ്രകടനം നടത്തി കരുത്തരായിക്കൊണ്ടാണ് ബ്രസീൽ വേൾഡ് കപ്പിന് എത്തിയത്. എന്നാൽ കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ ബ്രസീലിന് കഴിഞ്ഞില്ല. ഇത്തവണത്തെ യോഗ്യതാ റൗണ്ടിൽ വലിയ മികവൊന്നും പുറത്തെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ വേൾഡ് കപ്പിൽ കരുത്ത് കാണിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആദ്യ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടിരുന്നു. പക്ഷെ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കി. അതായത് ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. യോഗ്യതാ റൗണ്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഇനി പ്രസക്തിയില്ല. വേൾഡ് കപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. ഇതാണ് ബ്രൂണോ ഗുയിമറസ് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. ഏതായാലും വേൾഡ് കപ്പിന് മുന്നേ 6 സൗഹൃദ മത്സരങ്ങൾ കൂടിയാണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത്. ആ മത്സരങ്ങളിൽ മികച്ച പ്രകടനം ബ്രസീൽ നടത്തേണ്ടതുണ്ട്. അങ്ങനെ മികച്ച ഒരു ആത്മവിശ്വാസത്തോടു കൂടി അടുത്ത വേൾഡ് കപ്പിന് ബ്രസീൽ എത്തേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.